ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബോയ്സ് ആൻഡ് ഗേൾസ്, പ്ലാറ്റ്ഫോം 7 ഒരു പുതുപുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കേരളത്തിലേക്കുള്ള മടക്കയാത്ര സ്റ്റാർട്ട് ചെയ്യണം. ഞാൻ പിന്നെ ഹോട്ടലിൽ ചെക്കൗട്ട് ചെയ്യുന്നുള്ളൂ. നമ്മുടെ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ ഇൻട്രോ എടുക്കാൻ ഭയങ്കര തിരക്കാണ്. ഹസ്രത്ത് നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷൻ നമ്മുടെ യാത്ര തുടങ്ങുന്നത്. അവിടെ ഇൻട്രോ എടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് ജസ്റ്റ് ഇവിടെ ഒരു ഇൻട്രോ പറഞ്ഞെന്നുള്ളൂ. ബാക്കി നോക്കിയിട്ട് സ്റ്റേഷനിലെത്തിക്കാം. ഇത് സ്റ്റേഷനോട് പോകുന്ന വഴിയാണ്. ഉച്ചയ്ക്ക് വന്നപ്പോൾ നല്ല ട്രാഫിക്കായിരുന്നു. ഇപ്പോൾ ട്രാഫിക് കമ്പാരിറ്റീവ്ലി കുറവാണ്. 9:40 ട്രെയിൻ, മണി 9 ആവാറായിട്ടുണ്ട്. ഇതാണ് ഹസ്രത്ത് നിസാമുദ്ദീൻ സ്റ്റേഷൻ്റെ സരായ് ഖാലെ ഖാൻ സൈഡ് എൻട്രൻസ്. ഒരു കുഞ്ഞ് എൻട്രൻസ് ആണ്. ഒരു വലിയ ബിൽഡിംഗ് ഉണ്ട്. എന്തെങ്കിലും പണിത് വരുവാണെന്ന് അറിയില്ല കേട്ടോ. ഒരു ചെറിയ എൻട്രൻസ് ആണ് ഇപ്പോൾ ഉള്ളത്. ഈ എൻട്രൻസ് വഴി നമുക്ക് ഉള്ളിലേക്ക് കയറാം. നമ്മുടെ ട്രെയിനാണ് ഈ ലിസ്റ്റിൽ അവസാനത്തത്. 12284 എറണാകുളം ദുരന്തോ എക്സ്പ്രസ്. 9:40 7 നമ്പർ പ്ലാറ്റ്ഫോമിൽ, പ്ലാറ്റ്ഫോം 7 നിന്നും പുറപ്പെടും. അപ്പോൾ എല്ലാവർക്കും പ്ലാറ്റ്ഫോം 7 സ്വാഗതം. നമ്മുടെ വണ്ടി ഓൾറെഡി പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞു. ഇത്രയും നേരത്തെ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്നിരുന്ന ആദ്യമായിട്ടാണ് തോന്നുന്നു. മണി ഇപ്പോൾ 9:03 ആയിട്ടുള്ളൂ. ഇനിയും 35 മിനിറ്റ് ഉണ്ട്. നമുക്ക് ലോക്കോ കാണാനൊക്കെ പോകാൻ നമുക്ക് സമയമുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി. ഹസ്രത്ത് നിസാമുദ്ദീൻ എറണാകുളം ദുരന്തോ എക്സ്പ്രസ്. ഇന്ത്യാസ് ലോങ്ങസ്റ്റ് ദുരന്തോ എക്സ്പ്രസ് ആണ് നമ്മുടെ യാത്ര. നമ്മൾ ഇന്ത്യാസ് ലോങ്ങസ്റ്റ് ശതാബ്ദി രാജധാനിക്ക് വന്നു. ഇന്ത്യാസ് ലോങ്ങസ്റ്റ് ദുരന്തോന് തിരിച്ചു വന്നു. അത്യാവശ്യം നല്ല പഴക്കമുള്ള കോച്ചാണ്. 131735 ആണ് നമ്മുടെ കോച്ച്. നല്ല പഴക്കമുള്ള കോച്ചാണ്. നമുക്കെന്നാൽ പോയി പതുക്കെ ലോക്കോ നോക്കിയിട്ട് വരാം. ഇപ്പോൾ സമയം 9:10 ആവുന്നു. അരമണിക്കൂർ കൂടെ ഉണ്ട്. അപ്പോൾ ലോക്കോ ഏതാ നോക്കിയിട്ട് വരാം. അപ്പോൾ നമ്മുടെ ലോക്കോ ഇവിടെ വന്ന് ചാർജ് എടുത്തിട്ടുണ്ട്. ഈ നമ്പർ കണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? ഇല്ല, ഇപ്പം എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? ഇല്ലെങ്കിൽ പറയാം. ഇന്ന് രാവിലെ നമ്മളിവിടെ എത്തിച്ച അതേ ലോക്കോയാണ്. 37866 ഈ റോഡിൻ്റെ വാപ്പ് 7 ആണ് നമ്മളെ ഇന്ന് എറണാകുളത്തേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. ഇതേ ലോക്കോ ആയിരുന്നു തിരുവനന്തപുരം മുതൽ ഹസ്രത്ത് നിസാമുദ്ദീൻ വരെ നമ്മുടെ ഇൻകമിംഗ് ട്രെയിൻ വർക്ക് ചെയ്തത്. അതേ ലോക്കോ വീണ്ടും നമ്മളെ തിരിച്ച് നാട്ടിലേക്ക് കൊണ്ടുപോകണം. ഒരു ഇത് നോക്കണേ, ഞാൻ നാളെ പകൽ ലോക്കോ കാണിക്കാൻ വരില്ല കേട്ടോ. കാര്യം ഈ ലോക്കോനെ ഓൾറെഡി പകൽ കാണിച്ചിട്ടില്ല. എന്നാൽ പിന്നെ തിരിച്ച് നമുക്ക് നമ്മുടെ കോച്ചിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ ട്രെയിന്, ദുരന്തോ എക്സ്പ്രസ്. ഒരു കോമൺ ബോർഡ് വെച്ചിട്ടുള്ളവർ, അല്ലാണ്ട് സ്ഥലപ്പേരൊന്നും എഴുതിയിട്ടുള്ള ബോർഡല്ല. സ്ഥലപ്പേര് എഴുതിയിട്ടുള്ള ബോർഡൊക്കെ പുറകിലുണ്ട്. ഈ വണ്ടിക്ക് ജനറൽ കമ്പാർട്ട്മെൻ്റ് ഇല്ല. ഇതിൻ്റെ ഈ നോൺ AC കോച്ച് റിസർവേഷൻ കോച്ചാണ്. ഇത് DLE 1 ആയിട്ടാണ് ഇത് വഹിക്കുന്നത്. ഇതിനകത്ത് കുറേ ടിക്കറ്റ് എറണാകുളം വരെ വിറ്റും പോയിട്ടുണ്ട്. എന്നാൽ പിന്നെ നമുക്ക് തിരിച്ച് നമ്മുടെ കോച്ചിലേക്ക് നടക്കാം. അപ്പോൾ ഞാൻ തിരിച്ചുള്ള നടപ്പ് തുടങ്ങി. ലോക്കോയിൽ 16ാമത്തെ കോച്ചാണ് എൻ്റെ കോച്ച്. അപ്പോൾ ലോങ് ഡിസ്റ്റൻസ് നടക്കാനുണ്ട്. അത് നമുക്ക് നടക്കാം. അതുകൊണ്ട് പറഞ്ഞാൽ നാളെ പകലും വീണ്ടും ഒന്ന് ലോക്കോ കാണിക്കില്ല. കാരണം ഇത്രയും ദൂരം വീണ്ടും നടക്കാനുള്ള ആംബിയർ എനിക്കില്ല. ഇപ്പോൾ സമയം 9:17 9:18 9:40 ഇവിടുന്ന് വണ്ടി പോകാം. അപ്പോൾ ഈ വണ്ടിയുടെ നമ്മുടെ ടിക്കറ്റ് കോസ്റ്റിൽ ഇന്നത്തെ ഡിന്നർ ഇൻക്ലൂഡഡ് അല്ല. ഡിന്നറിന് പക്ഷേ പാൻട്രിക്കാർ ഓർഡർ എടുക്കുന്നുണ്ടായിരുന്നു. അവർ പറഞ്ഞു 130 രൂപയ്ക്ക് താലി അവൈലബിൾ ആണ്, ബിരിയാണി ഉണ്ടെന്ന് പറഞ്ഞു. ഞാനൊന്നും കഴിക്കുന്നില്ല. ഞാൻ നേരത്തെ കുറച്ച് ഫുഡ് കഴിച്ചായിരുന്നു, നല്ല ഹെവി ആയിട്ട് തന്നെ കഴിച്ചായിരുന്നു. അതുകൊണ്ട് ഇനിയിപ്പോൾ നേരെ കിടന്ന് ഉറങ്ങാൻ പോകുന്നുള്ളൂ. സമയം 9:40 നമ്മൾ പുറപ്പെടാറായിട്ടുണ്ട്. അത് സിഗ്നലും കാണിച്ചു. സിഗ്നലും കാണിക്കുന്നുണ്ട്. 12,284 आ जाइए. അപ്പോൾ നമ്മുടെ വണ്ടി അങ്ങനെ കൃത്യസമയമായ 9:40 ഹസ്രത്ത് നിസാമുദ്ദീനിൽ പുറപ്പെട്ടിരിക്കുന്നു. ഇനി നമ്മൾ നാളെ മുഴുവൻ ഓടി മറ്റന്നാൾ വൈകുന്നേരം 6:15 നമ്മൾ എറണാകുളം ജംഗ്ഷനിലെത്തും. നമ്മുടെ യാത്ര എൻഡ് ടു എൻഡാണ്. ഞാൻ എറണാകുളം ജംഗ്ഷൻ വരെയും പോകുന്നുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ കോഴിക്കോട് ഇറങ്ങി വീട്ടിൽ പോയാൽ മതി. പക്ഷേ ഞാൻ എറണാകുളം ജംഗ്ഷൻ വരെയും പോകുന്നുണ്ട്. നിസാമുദ്ദീൻ സ്റ്റേഷൻ എപ്പോഴും ഇതാണ് അവസ്ഥ. നിറഞ്ഞ് കവിഞ്ഞ് പാക്ഡായിരിക്കും. ഇന്ന് രാത്രി ഞാൻ കാര്യമായിട്ടൊന്നും കവർ ചെയ്യുന്നില്ല കേട്ടോ. ഇത് കഴിഞ്ഞുകൊണ്ട് ഞാൻ കിടന്ന് ഉറങ്ങും. എനിക്ക് നല്ല ഉറക്കക്ഷീണമുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞുകൊണ്ട് ഞാൻ കിടന്ന് ഉറങ്ങും. ഞാൻ പിന്നെ ഉറങ്ങിയിട്ട് ബാക്കി വിഷ്വൽസ് നാളെ രാവിലെ നമ്മൾ ഉണരുന്നിടം മുതൽ രത്നാമമ്പഴേക്ക് ഉണരണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഇന്നലെ നമ്മൾ ഉണരുന്നിടം മുതൽ ബാക്കി വിഷ്വൽസ് നമ്മൾ കവർ ചെയ്യും.
അപ്പോൾ രാവിലെ എല്ലാം ഇന്ന് ഉച്ചയ്ക്ക് നമ്മൾ ഇതേ പ്ലാറ്റ്ഫോമിൽ അറൈവ് ചെയ്തു. ഇപ്പോൾ നമ്മൾ ഇതേ പ്ലാറ്റ്ഫോമിൽ നിന്ന് യാത്ര തുടങ്ങുന്നു. അപ്പോൾ പ്ലാറ്റ്ഫോം 7 നിന്നുള്ള ഇന്ത്യാസ് ലോങ്ങസ്റ്റ് ദുരന്തോ എക്സ്പ്രസ് യാത്ര ഫ്രം ഹസ്രത്ത് നിസാമുദ്ദീൻ ടു എറണാകുളം എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഏകദേശം 2600 കിലോമീറ്ററാണ് അടുത്ത 2 ദിവസം കൊണ്ട് കവർ ചെയ്യാൻ പോകുന്നത്. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്കിനി നാളെ രാവിലെ കാണാം. അപ്പോൾ രാത്രി തന്നെ പെട തുടങ്ങിയിട്ടുണ്ട് 130. ഈ പെട നമ്മൾ കോട്ട വരെ പടക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. നമ്മളങ്ങനെ നമ്മുടെ ദുരന്തോ എക്സ്പ്രസ് യാത്രയുടെ ഫസ്റ്റ് ഡേ ആയിരിക്കുകയാണ്. നമ്മൾ രത്നമത് കഴിഞ്ഞ് മോണറമ്പിൽ കഴിച്ചാണ്. ഇന്ന് രാത്രി ഒട്ടും ഉറങ്ങാൻ പറ്റിയില്ല. നമ്മൾ രത്നമത് കഴിഞ്ഞ് നമ്മൾ ഗുജറാത്തിലേക്ക് കയറുകയാണ്. നാഷണൽ സ്റ്റേഷനിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇതിന് തൊട്ട് മുമ്പായിരുന്നു മധ്യപ്രദേശ് ഗുജറാത്ത് ബോർഡർ. നമ്മളൊരു വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ എണീക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന മലയാളി ഫാമിലി അവർ രാത്രി 11 വരെ വർത്തമാനം പറഞ്ഞിരുന്നു. കൊച്ചും കിടന്ന കാറ് വേഗം വെച്ച് ഉറക്കമൊന്നും ശരിയായില്ല. രാവിലെ എൻ്റെ നല്ല തലവേനാണ്. കുറച്ചും കൂടി തിരിഞ്ഞ് കിടന്നു. നമ്മൾ ബനാസ് കഴിഞ്ഞ് നമ്മൾ ഗോത്രയിലേക്ക് വളരെ പെട്ടെന്ന് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗുജറാത്തിൽ കയറി കഴിഞ്ഞു. നോക്കി മധ്യപ്രദേശ് കാണിക്കാൻ പറ്റിയിട്ടില്ല. രത്നം കഴിഞ്ഞ് നല്ലൊരു ഘാട്ട് സെക്ഷൻ ഉണ്ട്. അത് കാണിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നടന്നില്ല. ഇവിടെ മഴയാണ് രാവിലെ തന്നെ കാണാം. അപ്പോൾ നമ്മൾ മോർണിംഗ് ടീ ഇപ്പോൾ വന്നിട്ടുണ്ടാവും. അപ്പോൾ മോർണിംഗ് ടീ പോയി കഴിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ കിടക്കാം. അപ്പോൾ രാവിലെ തന്നെ കാപ്പി വന്നു. ഞാൻ ഡോറിൽ നിൽക്കുന്നതാണ്. പെട്ടെന്ന് എനിക്ക് കാപ്പി ഇട്ട് ഉണ്ടാക്കി തന്നു. ബിസ്ക്കറ്റ് വന്നു. രാവിലത്തെ പത്രം വന്നിട്ടുണ്ട്. നല്ല മഴ. മഴ പെയ്തതിൻ്റെ എഫക്റ്റാണ് ഈ കാണുന്നത്. നല്ല മഴ പെയ്തിട്ടുണ്ട്. മധ്യപ്രദേശിലും ഗുജറാത്തിലും പല ഭാഗങ്ങളിലും ഫ്ലഡ് അലേർട്ട് വരെയുണ്ട്. നമ്മുടെ യാത്ര ആക്ച്വലി ഒരു വളരെ അടിപൊളി ടൈമാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ യമുന നദി കിടക്കുമ്പോൾ, ഇന്നലെ ഞാൻ മെട്രോ ട്രെയിനിൽ യമുന നദി കിടക്കുമ്പോൾ അവിടെ ഫുള്ള് വെള്ളം പൊങ്ങി ഒരു ലെവലായിരുന്നു. അതുകൊണ്ട് എല്ലാ സ്ഥലത്തും വെള്ളമുണ്ട്. ഐ എം ഷുവർ നമ്മളിതൊക്കെ സമ്മറിൽ വന്നു കഴിഞ്ഞാൽ ഉണങ്ങി കിടക്കുന്ന അരുവികളായിരിക്കും ഇതൊക്കെ. അപ്പോൾ ഈ ദുരന്തോ എക്സ്പ്രസ്സിന് സത്യം പറഞ്ഞാൽ നമ്മുടെ ഹസ്രത്ത് നിസാമുദ്ദീൻ മുതൽ എറണാകുളം വരെ ഏകദേശം 11 സ്റ്റോപ്പാണ് അതിനുള്ളത്. അതിൽ ആദ്യത്തെ 450 കിലോമീറ്റർ, അതായത് നമ്മുടെ ഹസ്രത്ത് നിസാമുദ്ദീൻ മുതൽ കോട്ട വരെയുള്ള 450 മേലെ കിലോമീറ്റർ നോൺ സ്റ്റോപ്പ് റണ്ണായിരുന്നു. അത് ഇന്നലെ രാത്രിയായിരുന്നു. രാവിലെ 2 മണിക്കാണ് കോട്ട എത്തിയത്. കോട്ട കഴിഞ്ഞ് പിന്നെ രത്ലം ആയിരുന്നു സ്റ്റോപ്പ്. രത്ലം കഴിഞ്ഞ് അടുത്ത സ്റ്റോപ്പ് വഡോദര, പിന്നെ സൂറത്ത്, വസൈറോഡ്, പൻവേൽ കഴിഞ്ഞാൽ പിന്നെ രത്നഗിരി, മഡ്ഗാവ് കഴിഞ്ഞാൽ പിന്നെ മാംഗ്ലൂർ കഴിഞ്ഞിട്ടാണ് അടിപൊളി. പിന്നെ ജസ്റ്റ് കോഴിക്കോട്, എറണാകുളം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഹോൾട്ട് പാറ്റേൺ വളരെ അടിപൊളിയാണ്. വളരെ കുറച്ച് സ്റ്റോപ്പുകളേ ഉള്ളൂ. പക്ഷെ നല്ലോണം ബഫർ ടൈമിലുള്ള സ്കെഡ്യൂളാണിത്. അപ്പോൾ അത്യാവശ്യം അവിടെ ഇവിടെയൊക്കെ നമ്മൾ ബിഫോർ പോയി കിടക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ ഉസ്ര എന്ന് പറഞ്ഞ സ്റ്റേഷൻ നമ്മൾ നിർത്തുകയെന്ന് തോന്നുന്നു. കാര്യം മേ ബി നമ്മുടെ മുന്നിൽ ഏതെങ്കിലും വണ്ടി ഇടാം. നമ്മൾ ബിഫോർ ആയിരിക്കും. അപ്പോൾ ഈ സെക്ഷനിലൊന്നും നമുക്ക് ക്രോസിങ്സ് നോക്കി പിടിച്ച് ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല. കാര്യം ഒന്ന് ഹൈ സ്പീഡ് റണ്ണാണ്. 2 ക്രോസിങ്സ് തപ്പിയെടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. കാരണം എന്താ പറയുന്നത്, ഒന്നാമത് നമുക്ക് ഇവിടുത്തെ ഹോൾട്ടിംഗ് പാറ്റേൺ വലുതായിട്ട് അറിയില്ല. സാധാരണ വേറെ ട്രെയിനിൻ്റെ ഹോൾട്ടിംഗ് പാറ്റേൺ വെച്ചിട്ടാണ് ഞാൻ തപ്പുന്നത്. മേജർ സ്റ്റേഷൻ്റെ പേരിട്ട് കഴിഞ്ഞാൽ അവിടുന്ന് പുറപ്പെടുന്ന ട്രെയിനൊക്കെ തപ്പി കണ്ടുപിടിച്ചിട്ടൊക്കെയാണ് ഞാൻ ക്രോസിങ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അറിയില്ല. ഓ, ഇവിടെ ഭയങ്കര ഫാൻസി ലേഔട്ടാണല്ലോ. ഇത് ലൂപ്പ് ലൈനാണ്. നമ്മുടെ തൊട്ട് വെച്ചുള്ളത് ലൂപ്പ് ലൈനാണ്. ഈ കാണുന്നതാണ് സ്റ്റേഷൻ. ഓക്കെ,
ഈ കാണുന്നതാണ് സ്റ്റേഷൻ. ഈ സ്റ്റേഷൻ്റെ അപ്പുറത്തായിട്ടാണ് മെയിൻ ലൈൻ കിടക്കുന്നത്. അപ്പുറത്ത് ഓപ്പോസിറ്റ് ലൈൻ കിടക്കുന്നത്. മെയിൻ ലൈൻ അല്ല, ഓപ്പോസിറ്റ് ലൈൻ കിടക്കുന്നത്. ഇതാണ് ആ കുഞ്ഞു കെട്ടിടത്തിൽ നിന്ന് സ്റ്റേഷൻ മാസ്റ്റർ നോക്കുന്നുണ്ട് നമ്മൾ. അവിടെ ഡിജിറ്റൽ ക്ലോക്ക് ഉണ്ട്. 7:40 സമയം. ഉസ്ര എന്ന് പറഞ്ഞ സ്റ്റേഷനാണ്. അണ്ടർപാസ്, വാഹനങ്ങൾക്കും കൂടി പോകണം അണ്ടർപാസ്. അതുകൂടെ വെള്ളം ഒലിച്ച് കെട്ടി വരുന്നതാണ്. നല്ല മഴ വരുന്നുണ്ട് ഇവിടെ. ഈ പ്രദേശത്ത് മഴക്കാലത്ത് ഒരു വിസിറ്റ് ചെയ്യാൻ പറ്റി ഞാൻ വിചാരിച്ചല്ല കേട്ടോ. തികച്ചും അൺപ്ലാൻഡ്, ഔട്ട് ഓഫ് സിലബസ് ആയിരുന്നത്. ഈ കോച്ചിന് പോകുന്നത് നമ്മൾ ഇന്നലെ കണ്ട പോലെ തന്നെ ഓട്ടോമാറ്റിക്കാണ്. മറ്റേ ക്ലോഷറുള്ള ടൈപ്പാണ്. അത് ഡീആക്ടിവേറ്റ് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഓട്ടോമാറ്റിക് ഡോർ ക്ലോഷറുള്ള ടൈപ്പ് വാതിലകത്ത് മുകളിലായിട്ട് ഒരു അലാം ലാമ്പുണ്ട് പുറത്ത്. അതാണ് നമ്മൾ ബേസിക്കലി കാണിക്കുന്നത് കേട്ടോ. ഇവിടെ ഒരു അലാം ലാമ്പുണ്ട്. ഈ ലൈറ്റാണ് ബേസിക്കലി ഡോർ ക്ലോസിങ് വാണിംഗ് തരുന്നത്. അതിന് ഓപ്പോസിറ്റ് ലൈൻ ഇവിടെ നമ്മൾ വീണ്ടും കാണിക്കുന്നത്. ഏതെങ്കിലും ട്രെയിൻ വരുന്നത് ഇതാണ്. സ്റ്റേഷൻ്റെ പേര് ശ്രദ്ധിച്ചില്ലായിരുന്നു. എന്തെങ്കിലും മഴ പെയ്ത് നല്ലോണം വെള്ളമൊക്കെ നനഞ്ഞ് കിടക്കുന്ന ഒരു അടിപൊളി കാറ്റ്. നമുക്ക് വീണ്ടും മഞ്ഞ കിട്ടിയിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ നമ്മൾ ഏതോ ട്രെയിനിനെ ട്രെയിൽ ചെയ്യണം. അപ്പോൾ അത് പതുക്കെ പോകുമ്പോൾ നമ്മളും പതുക്കെ പോകണമല്ലോ. അപ്പോൾ ഈ ദുരന്തോ എക്സ്പ്രസിനെ കുറിച്ച് പറഞ്ഞില്ലല്ലോ. അപ്പോൾ ഈ ദുരന്തോ എക്സ്പ്രസ് അറിയാലോ, നമ്മൾ കഴിഞ്ഞ ദുരന്തോ എക്സ്പ്രസ് വീഡിയോയിൽ ഇതിൻ്റെ ചരിത്രം ഞാൻ പറഞ്ഞായിരുന്നു. അന്നത്തെ റെയിൽവേ മന്ത്രിയായ ശ്രീ മമതാ ബാനർജിയാണ് ദുരന്തോ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. 2011 അവർ ദുരന്തോ എക്സ്പ്രസ്സിൽ കൊണ്ടുവരുന്നത്. ഈ ദുരന്തോ എക്സ്പ്രസിൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2011 ആദ്യത്തെ ബാച്ചിൽ തന്നെ ഉള്ളതാണ് ഹസ്രത്ത് നിസാമുദ്ദീൻ എറണാകുളം ദുരന്തോ എക്സ്പ്രസ്. തുടങ്ങിയ സമയത്ത് ഈ ട്രെയിൻ ഹസ്രത്ത് നിസാമുദ്ദീൻ വിട്ട പിന്നീട് സ്റ്റോപ്പ് എറണാകുളത്ത് മാത്രമായിരുന്നു. ഓഫ്കോഴ്സ് കമേഴ്ഷ്യൽ സ്റ്റോപ്പ്. അതിനിടയ്ക്ക് ലോക്കോ പൈലറ്റ് ചേഞ്ച്, വാട്ടറിങ്, ഫുഡ് ലോഡിങ് ഒക്കെ പറഞ്ഞ ഒരുപാട് ടെക്നിക്കൽ ഹോൾഡുകളുണ്ടായിരുന്നു. പിന്നീട് 2016 ടെക്നിക്കൽ ഹോൾഡുകളെല്ലാം തന്നെ അവർ കമേഴ്ഷ്യൽ ഹോൾഡുകളായിട്ട് കൺവേർട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ടൊരു കമേഴ്ഷ്യൽ ഹോൾഡ് ആഡ് ചെയ്ത് സൂറത്താണ്. സൂറത്ത് ഒരു കമേഴ്ഷ്യൽ ഹോൾഡായിട്ട് തന്നെ പിന്നീട് ആഡ് ചെയ്തതാണ്. അപ്പോൾ ഈ ട്രെയിനിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നോർത്തേൺ റെയിൽവേയുടെ ട്രെയിനാണ്. നോർത്തേൺ റെയിൽവേ ഓൺഡ് ട്രെയിനാണ്. ഡെഡിക്കേറ്റഡ് റേക്കാണ്. ഇനി വേറെ റേറ്റ് ഷെയറിംഗ് ഒന്നുമില്ല. ഇൻട്രസ്റ്റിംഗ്ലി നമ്മുടെ നാട്ടിലേക്ക്, കേരളത്തിലേക്ക് 2 ദുരന്തോ എക്സ്പ്രസ്സാണ് വരുന്നത്. രണ്ടും ഓപ്പോസിറ്റ് സോണിൻ്റെയാണ്. മുംബൈ ദുരന്തോ എക്സ്പ്രസ് സെൻട്രൽ റെയിൽവേയുടെയും ഡൽഹി ദുരന്തോ എക്സ്പ്രസ് നോർത്തേൺ റെയിൽവേയുടെയാണ്. സദേൺ റെയിൽവേക്ക് സ്വന്തമായിട്ട് ഒരൊറ്റ ദുരന്തോ എക്സ്പ്രസ് മാത്രമേ ഉള്ളൂ. അത് ചെന്നൈയിൽ നിന്നും ഹസ്രത്ത് നിസാമുദ്ദീനിലേക്കാണ് ഓടുന്നത്. സദേൺ റെയിൽവേക്ക് അത് കൂടാതെ വേറെ 3 ദുരന്തോ എക്സ്പ്രസ്സുകളുണ്ടായിരുന്നു. അത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെന്നൈ കോയമ്പത്തൂർ ഡേ ടൈം ദുരന്തോ എക്സ്പ്രസ് ഉണ്ടായിരുന്നു. അത് പിന്നീട് ഇന്നിപ്പോൾ ഉള്ള ചെന്നൈ കോയമ്പത്തൂർ ശതാബ്ദി എക്സ്പ്രസ്സായിട്ട് മാറി. അതുപോലെ ചെന്നൈ തിരുവനന്തപുരം ദുരന്തോ എക്സ്പ്രസ് ഉണ്ടായിരുന്നു. അതാണ് ഇന്നത്തെ ചെന്നൈ തിരുവനന്തപുരം AC എക്സ്പ്രസ്. പിന്നെ ഒരു ചെന്നൈ മധുരൈ ദുരന്തോ എക്സ്പ്രസ് ഉണ്ടായിരുന്നു. അതാണ് ഇന്നത്തെ ചെന്നൈ ബോഡിനായക്കനൂർ എക്സ്പ്രസ്. അപ്പോൾ അങ്ങനെ ദുരന്തോ എക്സ്പ്രസ്സുകൾ, അത് ഷോർട്ട് ഡിസ്റ്റൻസ് ദുരന്തോ എക്സ്പ്രസ്സുകൾ സക്സസ്ഫുൾ അല്ലാണ്ടായപ്പോൾ അവർ മറ്റ് ക്ലാസ്സുകളിലേക്ക് മാറ്റിയിരുന്നു. ലോങ് ഡിസ്റ്റൻസ് മാത്രമാണ് ഇന്നും ദുരന്തോ ഓടുന്നത്. സക്സസ്ഫുള്ളി ഓടുന്നത് ഞാൻ പറയില്ല, ഓടുന്നത്. അപ്പോൾ ദുരന്തോ എക്സ്പ്രസ്സിനും ഇതുണ്ട്, നമ്മുടെ ഡൈനാമിക് ഫെയർ ഉണ്ട്. അപ്പോൾ നമ്മളിന്ന് ഹയസ്റ്റ് കാറ്റഗറിയിൽ, അതായത് 40% ഡൈനാമിക് ഫെയർ കൊടുത്താണ് ഈ ടിക്കറ്റ് ബുക്ക് ചെയ്തത്. കാര്യം ഞാൻ ഈ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഏകദേശം ഒരാഴ്ചയോ മറ്റു മുമ്പാണ്. അപ്പോൾ അന്നത്തേക്ക് ഹയസ്റ്റ് ഡൈനാമിക് ഫെയർ പ്രൈസിങ് എത്തി. 1050 രൂപയായിരുന്നു ഡൈനാമിക് ഫെയർ മാത്രം. അങ്ങനെ നമുക്ക് ടിക്കറ്റ് മൊത്തം 4900 രൂപ വന്നു. അതെന്താണെന്ന് ഡീറ്റെയിൽസ് ഞാൻ പിന്നീട് ചെക്ക് ചെയ്തിട്ട് ഞാൻ പറയും. താഴെ വെള്ളത്തിന് ഒഴുക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പുറത്തോണ്ട് നോക്കിയാൽ അറിയാം, നല്ലോണം വെള്ളമുണ്ട്. ഇപ്പോഴത്തെ മോൺസൂൺ ഇന്ത്യയിൽ എന്താ പറയുന്നത്, ബമ്പറായിരുന്നു. പല സ്ഥലത്തും മോർ ദാൻ നോർമൽ മഴ പെയ്തിട്ടുണ്ട്.
പക്ഷേ ഒഫീഷ്യൽ കണക്ക് പ്രകാരം കേരളത്തിലൊക്കെ ഡെഫിഷ്യൻ്റ് ആണെന്നാണ് പറയുന്നത് കേട്ടോ. നമുക്ക് നല്ലോണം മഴ കിട്ടിയായിരുന്നു ഈ വർഷം. ഇത് ഹഡപ്പ് റിവർ ആയിരുന്നത്, ഹഡപ്പ് റിവർ. അപ്പോൾ ഇവിടെ ഒരു ജീണൻ ലൂപ്പിൽ കയറി കിടക്കുന്നുണ്ട്. അപ്പോൾ അതിനർത്ഥം ഏതോ ഒരു വണ്ടി അതിനെ ഓവർടേക്ക് ചെയ്യാൻ പോവാണ്. പറയുമ്പോൾ ഏതോ ഒരു ട്രെയിൻ ഇപ്പോൾ വരും. ലിംഖേഡ എന്ന് പറഞ്ഞ സ്റ്റേഷനാണ്, ലിംഖേഡ. ഓപ്പോസിറ്റ് ലൈനിൽ പച്ചയായിട്ടുണ്ട്. അപ്പോൾ ഏതോ ഒരു ട്രെയിൻ ഇപ്പോൾ ഇതുവഴി അടിച്ച് പറക്കും. ഇത് മാൽദ ഷെഡിൻ്റെ 38330 ആണ് ലോക്കോ. അതുകൊണ്ട് ഓപ്പോസിറ്റ് പച്ചയായിട്ടുണ്ട്. ഓപ്പോസിറ്റിൽ ഇത് പച്ചയായിട്ടുണ്ട്. ഇത് BCNHL റേക്കാണ്, BCNHL വാഗണാണ്. ഇത് ആക്ച്വലി ക്യാരിയിങ് കപ്പാസിറ്റി കൂടുതലുള്ള വാഗണാണ്. ഇതിൻ്റെ ക്യാരിയിങ് കപ്പാസിറ്റി 70.7 ടൺസാണ്. 70.7 ടണ്ണ് ക്യാരിയിങ് കപ്പാസിറ്റി ഉണ്ട്. 33.29 മീറ്റർ സ്ക്വയർ ഏരിയ, ലോഡിങ് ഏരിയ ഉണ്ട്. സാധാരണയിൽ ധാന്യങ്ങളൊക്കെ കൊണ്ടുപോകാനാണ് ഇവരിത് ഉപയോഗിക്കുന്നത്. ധാന്യം മാത്രമേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഇല്ല കേട്ടോ. ഏത് വസ്തു വേണമെങ്കിലും കൊണ്ടുപോകാം. ഡ്രൈ വസ്തുക്കളാണ് സാധാരണ. Blackberry 60361. ഇവിടുത്തെ മൈലേജ് മാർക്കേഴ്സ് ശ്രദ്ധിച്ചൊന്നുമില്ല. 507 എന്നാണ് കാണിക്കുന്നത്. ഈ 507 ബോംബെയിലേക്കുള്ള ദൂരമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ജസ്റ്റ് നോക്കാം. നമ്മൾ ഇന്നലെ രാവിലെ ഇന്നലെ രാവിലെ ഞാൻ പറയുമ്പോൾ നമ്മുടെ രാജധാനി എക്സ്പ്രസ് വീഡിയോയിൽ നമ്മൾ കോട്ടയം നിന്ന് ഡൽഹിക്ക് പോകുമ്പോൾ ഞാൻ കാണിച്ചായിരുന്നു. നമ്മൾ മധുര എത്തുമ്പോൾ ഏകദേശം 1290 സംതിങ് ആയിരുന്നു. അതെൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ചർച്ച് ഗേറ്റിൽ നിന്നുള്ള ദൂരമാണ്. അപ്പോൾ ഇതും ചർച്ച് ഗേറ്റിൽ നിന്നുള്ള ദൂരമാണോ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ്. ഇവിടെ ഹോട്ട് കേസ് ഉണ്ട്. ഹോട്ട് കേസിനകത്ത് ഒരു ഫുഡ് ലോഡ് ചെയ്യും. അവിടെ നമുക്ക് തരാനുള്ള ഭക്ഷണം ഇവിടെ ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഡോറുകൾ രണ്ടും ഇതുകൊണ്ട് പാക്ഡാണ്. ഈ സാധനങ്ങൾ വെച്ച് തന്നെ ഫുഡ് സെർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ അത് കൂടുതൽ പോയി നോക്കാം. ഫുഡ് ആയെങ്കിൽ നമുക്ക് കഴിക്കാൻ പതുക്കാം. ബ്രേക്ക്ഫാസ്റ്റ് എത്തിയിട്ടുണ്ട്. വെജ് ബ്രേക്ക്ഫാസ്റ്റാണ്. എന്തെന്നുള്ളത് നോക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയാണ് നോക്കാം. ബ്രേക്ക്ഫാസ്റ്റിന് കട്ട്ലറ്റാണ്, വെജ് കട്ട്ലറ്റ്. പിന്നെ ബ്രൗൺ ബ്രെഡാണ് അതിൻ്റെ കൂടെ വന്നിരിക്കുന്നത്. ഞാൻ അങ്ങോട്ട് പോയപ്പം പറഞ്ഞു ഇവിടുന്ന് വരുന്ന ട്രെയിനിൽ യൂഷ്വലി ബ്രൗൺ ബ്രെഡാണ് തരിക എന്നുള്ളത്. പിന്നെ ചായയുടെ പാക്കറ്റുണ്ട്, പഞ്ചസാരയുണ്ട്, ഡയറി വൈറ്റനുണ്ട്, കെച്ചപ്പുണ്ട്, ഒരു ജ്യൂസുണ്ട്, ബട്ടറുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിലുള്ളത്. ഈ കട്ട്ലറ്റിൻ്റെ ടേസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കാം. അങ്ങനെ തന്നെ കാണാൻ ഇങ്ങനെ ഉരുണ്ടിട്ടാണ്. സംഭവങ്ങളെ പൊളിയാം. പെരിഞ്ചീരകമുണ്ട്, കപ്പലണ്ടി ഉണ്ട്, അടിപൊളി. ഗോദ്ര ജംഗ്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഗോദ്ര എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, പണ്ടൊരു വലിയ കമ്മ്യൂണൽ റൈറ്റ്സിന് തുടക്കം കുറിച്ച സ്ഥലമാണ്. ജംഗ്ഷൻ സ്റ്റേഷൻ ആയതുകൊണ്ടായിരിക്കും സ്ലോ സ്കിപ്പാണ്.
അപ്പോൾ നമ്മളങ്ങനെ ഗോദ്ര ജംഗ്ഷൻ സ്കിപ്പ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ എന്താ പറയുക, ട്രെയിനിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് വിചാരിച്ചതിനിടയ്ക്ക്, നമ്മുടെ ഈ ട്രെയിൻ എന്ന് പറയുന്നത് ആഴ്ചയിലൊരിക്കൽ ഓടുന്ന ട്രെയിനാണ് നേരത്തെ പറഞ്ഞായിരുന്നു. ഇതിന് ഇതേതാ ലോക്കോ, ഇത് 48152 WAG9. അതിനപ്പുറത്ത് ഒരു WAG9 കൂടെ കിടക്കുന്നുണ്ട് ഡൗണ്ട് ഷെഡിന് 38804. അപ്പോൾ അതാണ് ഗോദ്ര ജംഗ്ഷൻ. ഗോദ്ര ജംഗ്ഷനിൽ നിന്ന് ഒരു ലൈൻ റൈറ്റിലോട്ട് പോകും. അത് ഇവിടുന്ന് എന്താ പറയുന്നത്, അഹമ്മദാബാദിലോട്ട് പോകുന്നൊരു ലൈനാണത്. അതായത് ബേസിക്കലി വഡോദര പോയി റിവേഴ്സിൽ അഹമ്മദാബാദിൽ പോകുന്നതിന് വരും. ഇവിടുന്ന് അങ്ങനെ റൈറ്റ് എടുത്ത് നേരെ അഹമ്മദാബാദിലേക്ക് പോകാം. അത് ഇവിടുന്ന് ഇപ്പോൾ റൈറ്റ് തിരിഞ്ഞ് പോകും. ഓക്കെ, അപ്പോൾ നമ്മൾ ട്രെയിനിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ 12284 വീക്ക്ലി സർവീസാണ്. ഈ ട്രെയിനിന് 22 കോച്ചുള്ള LHB റേക്കാണ്. ഈ ട്രെയിനിൽ 6 സ്ലീപ്പർ ക്ലാസ്സും ഒരു പാൻട്രി കാറും 10 AC 3 ടയറും ഒരു AC 2 ടയറും പിന്നെ അതുപോലെ ഒരു ഫസ്റ്റ് AC ആണുള്ളത്. ഈ ട്രെയിനിന് ശരിക്കും 2 സ്ലീപ്പർ ക്ലാസ് ഉണ്ടായിരുന്നല്ലോ. കഴിഞ്ഞിടയ്ക്കാണ് സ്ലീപ്പർ ക്ലാസ്സുകളുടെ എണ്ണം വർദ്ധിപ്പിച്ച് 6 ആക്കിയത്. കോവിഡിന് മുമ്പ് ഇത് കൂടുതൽ സ്ലീപ്പർ ഉണ്ടായിരുന്നു, പിന്നെ അത് വെട്ടിക്കുറച്ചു. അത് കഴിഞ്ഞ് ഇപ്പോൾ റീസെൻ്റ്ലി അവർ വീണ്ടും വർദ്ധിപ്പിച്ചു. ഇപ്പോൾ വലത്തോട്ട് പോകുന്ന ഡബിൾ ലൈൻ ആണ് അഹമ്മദാബാദ് സൈഡിലോട്ട് പോകുന്നത്. ആ ലൈൻ നേരെ അഹമ്മദാബാദ് സൈഡിലേക്ക് പോകും. നമ്മൾ ടുവേർഡ്സ് വഡോദര തിരിക്കും. ജേർക്കിംഗ് ആണ്. കുറച്ച് നേരത്തെ ജേർക്ക് അടിച്ച് കയ്യിലാണ് ചായ കപ്പിന് ചായ ടീഷർട്ടിലൊക്കെ വീണം. ഇനിയിപ്പോൾ ടീഷർട്ടിലൊക്കെ കറയോ ടീഷർട്ട് മാറ്റേണ്ടി വരും. ഇപ്പോൾ സമല്യ എന്ന് പറഞ്ഞ സ്റ്റേഷൻ പറയുന്നത് ഫ്ലാറ്റ് വീൽ എന്താണെന്ന് സ്ഥിരം കമൻറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ്. ഈ കേൾക്കുന്ന ശബ്ദമാണ് ഫ്ലാറ്റ് വീൽ. അതായത് പെർഫെക്റ്റ്ലി റൗണ്ട് ഷേപ്പിനകത്ത് എവിടെയെങ്കിലും ചെറിയൊരു ഫ്ലാറ്റ്നെസ് വരുമ്പോഴാണ് അതിനെ ഫ്ലാറ്റ് വീൽ എന്ന് പറയുന്നത്. പെർഫെക്റ്റ്ലി റൗണ്ട് വീലാണ്. അത് കറങ്ങുമ്പോൾ സൗണ്ട് ഉണ്ടാവില്ല. ഇത് കറങ്ങുമ്പോൾ ഭയങ്കര സൗണ്ടാണ്. വാപ്ഫൈ ഹൗള ട്രെയിൻ ഇറങ്ങി വരുന്നത് ദാഹോഡ് ഇൻ്റർസിറ്റിയാണിത്. ഈ സ്റ്റേഷനാണ് സംലയ ജംഗ്ഷൻ. ഇവിടുന്ന് റൈറ്റിലോട്ടൊരു ലൈൻ പോകുന്നുണ്ട്. അത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയില്ല കേട്ടോ. നമ്മുടെ മെട്രോ ഫാക്ടറി ആൽസ്റ്റോമിൻ്റെ ഇവിടെ കുറച്ചൊരു അടുപ്പിച്ച് കുറേ ഫാക്ടറീസ് ഉണ്ട്. എന്തോ ഒരു ഫാക്ടറിയാണ്. ഞാൻ നേരത്തെ കാണിച്ച കഴിഞ്ഞിട്ടുണ്ട്. അത് ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിൻ്റെ പെട്രോളിയം സൈഡിങ് ആയിരുന്നു. അത് അതിനകത്തോട്ട് പോകുന്ന ലൈനിൽ കൂടെ കാണാം. ഇപ്പോഴും റെയിൽവേക്ക് സ്ഥിരമായിട്ട് ഫ്രൈറ്റ് കിട്ടുന്ന ഒരു കസ്റ്റമർ എന്ന് പറയുന്നത് പെട്രോളിയമാണ്. കാര്യം പെട്രോളിയം ടാങ്കേഴ്സ് ഒരു റേക്ക് എന്ന് പറഞ്ഞാൽ എന്തോരം കിലോ ലിറ്റേഴ്സ് ഓഫ് ഫ്യൂവൽ മൂവ് ചെയ്യാം. അതുകൊണ്ട് ഇപ്പോഴും റെയിൽവേകളൊരു മേജർ കസ്റ്റമറാണ് പെട്രോളിയം. പിന്നെയുള്ള കസ്റ്റമർ ഫുഡ് കോർപ്പറേഷനും അവരൊക്കെയാണ്. ഇതുകൊണ്ട് പിലോൾ എന്ന് പറഞ്ഞൊരു സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. പിലോൾ എനിക്ക് തോന്നുന്നു ഫ്രണ്ടിലേതോ പതുക്കെ പോകുന്ന ട്രെയിൻ ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ക്ലിയറൻസ് കിട്ടാത്തതുകൊണ്ടായിരിക്കണം നമ്മൾ ഈ ഇടയ്ക്കിടയ്ക്ക് നിർത്തി എടുക്കുന്നത്.
ലെവൽ പ്ലാറ്റ്ഫോമുള്ള സ്റ്റേഷനാണ്. എനിക്കൊന്ന് ആ ഫ്രൈറ്റ് ഹാൻഡ്ലിങ്ങിനുള്ളതാണ് ആ സ്റ്റേഷൻ്റെ വരുമാനം തോന്നുന്നു. പാസഞ്ചർ ട്രെയിൻ നിർത്തുന്ന സ്റ്റേഷനായിരിക്കും. മെമോനെ ലൂപ്പിലേക്ക് വിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും എക്സ്പ്രസ് വരുന്നുണ്ടോയെന്ന് അറിയില്ല കേട്ടോ ബാക്കിൽ. അപ്പോൾ നമ്മൾ വഡോദരയോട് അടുത്തുകൊണ്ടിരിക്കുന്നു. ആ കാണുന്ന എലിവേറ്റഡ് സ്ഥാനം എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അഹമ്മദാബാദ് മുംബൈ ബുള്ളറ്റ് ട്രെയിനിൻ്റെയാണ്. രാവിലെ ഉറക്കം ശരിയാകുന്ന മൊത്തം തെറ്റി പോകുന്നു പറയുന്നതല്ല. ഛായാപുരി എത്തി. ഛായാപുരി അടുത്ത വഡോദരയാണ്. ബുള്ളറ്റ് ട്രെയിനുള്ള ലൈനാണ്. മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ പ്രോജക്റ്റ്, ഹൈ സ്പീഡ് റെയിൽ പ്രോജക്റ്റ്. ആ കാണുന്ന റെയിൽവേ ലൈൻ അഹമ്മദാബാദിൽ നിന്ന് വരുന്നതാണ്. അഹമ്മദാബാദിൽ നിന്ന് വരുന്ന റെയിൽവേ ലൈൻസാണത്. ഇപ്പോൾ അഹമ്മദാബാദിൽ നിന്ന് വരുന്ന ലൈനും റത്ലാം സൈഡിൽ നിന്ന് വരുന്ന ലൈനും വഡോദര സ്റ്റേഷൻ തൊട്ടുമാണ് മൗജ വന്നത്. ഈ ട്രെയിനിന് പണ്ട് ഇവിടെ ലോക്കോ ചേഞ്ച് ഉണ്ടായിരുന്നു. കൊങ്കൺ റെയിൽവേ ഡീസലായിരുന്ന കാലത്ത് ഇവിടെ വഡോദര വെച്ച് ലോക്കോ ചേഞ്ച് ഉണ്ടായിരുന്നു. ഇപ്പോൾ ലോക്കോ ചേഞ്ച് ഒന്നുമില്ല. ഇപ്പോൾ ത്രൂ ഒറ്റ ലോക്കമാണ്. ഏകദേശം ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഇവിടുത്തെ മറ്റേ ഹൈ സ്പീഡ് റെയിലിൻ്റെ സ്റ്റേഷൻ വരുന്നത്. ബട്ട് അൺഫോർച്യുനേറ്റ്ലി ലെഫ്റ്റിലെ ഡോറൊക്കെ ഇടാണ്. നമ്മൾ ജസ്റ്റ് വഡോദര സ്റ്റേഷനോട് ഇപ്പോൾ കയറാൻ പോകുന്നു. ഈ വഡോദര എന്ന് പറയുന്ന സ്ഥലം പണ്ട് ബറോഡ എന്നാണ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ബാങ്ക് ഓഫ് ബറോഡയുടെ ബറോഡ തന്നെയാണത്. പിന്നീട് എൻ്റെ സ്ഥലപ്പേര് മാറിയാണ് വഡോദര എന്നായത്. നമ്മളിവിടെ വെച്ച് നമ്മുടെ തിരുവനന്തപുരം ഹസ്രത്ത് നിസാമുദ്ദീൻ എക്സ്പ്രസ്സിനെ ക്രോസ് ചെയ്യേണ്ടതാണ്. അത് പക്ഷേ ഇതുവരെ പുറപ്പെട്ടിട്ടില്ല. ഇവിടെ പോയിൻറ്റ്സിൻ്റെ ഒക്കെ ഇത് ബലാർ സ്റ്റാമ്പിങ് നടക്കുന്നുണ്ട്. മാനുവൽ സ്ക്രീനിങ് അല്ല, പോയിൻറ്റ്സ് മാറുകയാണോ, പോയിൻറ്റ്സ് അല്ല സ്ലീപ്പർ മാറുകയാണെന്നൊരു സംശയം. പിന്നെ നമ്മൾ ജസ്റ്റ് പോയിൻറ്റ്സ് പറഞ്ഞ് ഇപ്പുറത്തെ ലൈനിലോട്ട് കയറി. സ്റ്റേഷനോട് ഇനി ദൂരം കുറയാൻ കേട്ടോ. ആ ലെഫ്റ്റ് സൈഡിൽ വലിയ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ കാണുന്നതാണ് മെട്രോ അല്ല ഹൈ സ്പീഡ് റെയിലിൻ്റെ സ്റ്റേഷൻ. ചറ പറയാന്ന് പോയിൻറ്റ്സ് ഇറക്കുന്നത്. ഒന്നാമത്തേലോട്ടൊന്നുമല്ല കൊണ്ടുവന്നത്, ഏതോ അറ്റത്തുള്ള പ്ലാറ്റ്ഫോമിലാണ് കൊണ്ടിടുന്നത്. ഇന്ന് പണ്ട് ലോക്കോ ചേഞ്ചൊക്കെ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ സമയം എടുക്കുമായിരുന്നു. അതുകൊണ്ടായിരിക്കും ഇങ്ങനത്തെ പ്ലാറ്റ്ഫോം. 10 മിനിറ്റ് അങ്ങോട്ട് ഹോൾട്ടും ഉണ്ട് ഇവിടെ. അങ്ങനെ വഡോദര ജംഗ്ഷനിലോട്ട് പ്രവേശിക്കുന്നു. ഇങ്ങേറ്റത് ലാലാഗുഡയുടെ ഒരു ആപ്സാണ് കിടക്കുന്നത്. 30337. അത് മിക്കവാറും നമ്മുടെ തിരുവനന്തപുരം നിസാമുദ്ദീൻ സൂപ്പർ ഫാസ്റ്റ് ആയിരിക്കും. അതിന് സ്റ്റാർട്ടറായിട്ടാണ് വണ്ടി എടുത്തിട്ടില്ല ഇവിടെ. അപ്പോൾ അതവിടെ കൃഷ്ണരാജപുരത്തിൻ്റെ 41350 കണ്ടെയ്നറായിട്ട് കിടക്കുന്നു. അങ്ങനെ വഡോദര ജംഗ്ഷൻ്റെ പ്ലാറ്റ്ഫോം നമ്പർ 2 എത്തിയിരിക്കുകയാണ്.
ഇതാണ് നമ്മുടെ വണ്ടി. പകൽ വെളിച്ചത്തിലൊന്ന് കണ്ടോ കേട്ടോ. ഇതല്ല കേട്ടോ, ഇത് B7 ആണ്. ഞാൻ B8. ഇതാണ് നമ്മുടെ കോച്ച് B8 ദുരന്തോ എക്സ്പ്രസിൻ്റെ പഴയ കോച്ചാണ്. 131735 ആണ് കോച്ച് നമ്പർ. നല്ലോണം പഴയ കോച്ചാണ്. 12 വർഷം പഴയ LHB കോച്ച് നമ്മുടെ യാത്ര. ഞാൻ ചുമ്മാ ഒന്ന് ബാക്കിൽ ബോർഡ് നോക്കാൻ പോയിരുന്നു. തിരിച്ചു കഴിഞ്ഞാൽ ഒരു പ്ലേറ്റ് ബജിയും മേടിച്ചു. മൂങ്കാലിൻ്റെ ബജിയാണിത്. ഇവിടെ വഡോദരയിൽ വളരെ ഫേമസായിട്ട് കിട്ടുന്നൊരു സാധനമാണ്. നമ്മുടെ ഈ റേക്കിൽ ഞാൻ നോക്കിയിട്ട് ആകെ B9 മാത്രമേ ഉള്ളൂ പുതിയ കോച്ചുകളാണ്. ബാക്കി എല്ലാം പഴയ കോച്ചുകളാണ്. നമുക്കിനി ഒരു 4 മിനിറ്റ് കൂടി ഉണ്ട് പാത്രം. ഇപ്പോൾ സാറിനെ അടിച്ചു. എന്താ സംഭവം എന്നറിയില്ല കേട്ടോ. നമ്മളങ്ങനെ വഡോദര ജസ്റ്റ് പുറപ്പെടുകയാണ്. ആക്ച്വലി സ്റ്റാർട്ട് ചെയ്ത് എടുക്കാൻ പറ്റിയില്ല. ഞാൻ സാറിനെ തിരിഞ്ഞപ്പോൾ വണ്ടി അനങ്ങി തുടങ്ങിയത്. ഓടിയും കയറുകയാണ്. അങ്ങനത്തെ ഒന്നും ചെയ്യാൻ പാടില്ല കേട്ടോ ഒരിക്കലും. ട്രെയിൻ മിസ്സാവേണ്ടതായിരുന്നു എനിക്ക്. ഇത് ഇവിടെയായിട്ട് ബുള്ളറ്റ് ട്രെയിനിൻ്റെ, അതായത് ഹൈ സ്പീഡ് ട്രെയിനിൻ്റെ വർക്ക് നടക്കുന്ന കാണാം. വഡോദര ജംഗ്ഷനിൽ കഴിഞ്ഞു. കറക്റ്റ് സമയത്ത് വിട്ടു കേട്ടോ. 9:32 കൃത്യമായിട്ട് വിട്ടു. പ്ലാറ്റ്ഫോം നമ്പർ 1 ആയിരുന്നു. നമ്മൾ 2-നാണ് പുറപ്പെട്ടത്. ഈ സൈഡിൽ പണി നടക്കുന്നതാണ് ഹൈ സ്പീഡ് ട്രെയിനിൻ്റെ. ഇവിടെ ഒന്നും ആയിട്ടില്ല. ഇവിടെ പണി നടക്കുന്നേ ഉള്ളൂ. നമ്മൾ ജസ്റ്റ് മെയിൻ ലൈനിലോട്ട് തിരിച്ചു കയറും. നമ്മൾ നല്ലോണം പുറകിലുണ്ട്. ഹോണിടി ഒന്നും കേൾക്കുന്നില്ല ലോക്കോൻ്റെ. ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റോപ്പ് സുരത്താണ്. ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ഞാൻ ആക്ച്വലി ബാക്കിൽ നമ്മുടെ ട്രെയിനിൻ്റെ ട്രെയിൻ ബോർഡിൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഗാർഡ് ഡ്യൂട്ടി മാറുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇൻകമിങ് ഗാർഡിൻ്റെ പെട്ടി ബോക്സ് ഉണ്ട്. അപ്പോൾ വെസ്റ്റ് സെൻട്രൽ റെയിൽവേ മാർക്കിംഗ് ആയിരുന്നു. പുള്ളി കോട്ട ബേസാണ്. ഞാൻ പുള്ളിയോട് ചോദിച്ചു പറഞ്ഞു പുള്ളിയും അതെ ലോക്കോ പൈലറ്റും അതെ കോട്ട മുതൽ വഡോദര വരെ സിംഗിൾ ഡ്യൂട്ടിയാണെന്ന്. കോട്ട ടു വഡോദര ഒറ്റ സ്ട്രെച്ചിനാണ് അവർ വരുന്നത്. അവർക്ക് ഇടയ്ക്ക് രത്ലമിൽ ക്രൂ ചേഞ്ച് ഇല്ലയെന്ന്. ഈ ട്രെയിൻ പക്ഷേ രത്ലമിൽ സ്റ്റോപ്പുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഏകദേശം 2:30 രാവിലെ ഡ്യൂട്ടി തുടങ്ങുന്നവരാണ്. ഇവിടെ എത്തുന്ന 9:30-ക്കാണ്. 7 മണിക്കൂർ അന്യായ ഡ്യൂട്ടിയാണത്. രാജധാനി എക്സ്പ്രസ് അങ്ങനെ ആയിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ചിലപ്പോൾ രാജധാനി എക്സ്പ്രസ് ഇപ്പം അങ്ങനെ തന്നെ ആയിരിക്കും. അതായിരിക്കും. വിശ്വാമിത്രി സ്റ്റേഷൻ പറഞ്ഞില്ല. ഇവിടെ ലെഫ്റ്റ് സൈഡിലാണ് കെവടിയയിലോട്ട് പോകുന്ന ലൈനാണ്. ഞാൻ കാണിച്ചിട്ടുണ്ട് അതിന് മുമ്പ്. നമ്മളെന്തായാലും വീണ്ടും ഒരു ട്രിപ്പ് വരുന്നുണ്ട്. കെവടിയ എന്ന് പറയുന്നത് ഇന്നത്തെ ഏക്താ നഗരം. സ്റ്റേഷനിലൊക്കെ അമൃത് ഭാരത് എന്ന് ബോർഡ് വെച്ചിരിക്കുന്നുണ്ടോ? മക്കാർപൂർ എന്ന് പറഞ്ഞ സ്റ്റേഷനാണ്. ഏതോ ഒരു അൺനോൺ ട്രെയിനായിരുന്നു കേട്ടോ അത്.
ബക്കർപൂരിൽ നിന്ന് റൈറ്റ് സൈഡിൽ ഒരു പുതിയ ലൈൻ വന്നിട്ടുണ്ട്. ഇത് എങ്ങോട്ടുള്ള ലൈനാണെന്ന് അറിയില്ല കേട്ടോ. ആ പുതിയ ലൈൻ അകത്തോട്ട് ഇങ്ങോട്ട് വരും കേട്ടോ. അത് എങ്ങോട്ട് പോകുന്ന ലൈനാണെന്നൊക്കെ മാപ്പ് നമുക്ക് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യാം. ഇത് മുകളിൽ കൂടി ഒരു ലൈൻ പോയി. അപ്പോൾ ഉറപ്പായിട്ട് ഇത് ഇൻഡസ്ട്രിയൽ സൈഡിങ് ആണത്. ഏതോ ഒരു സെഷൻ, പേരില്ലാത്ത സെഷൻ, വർണ്ണാമ. നമ്മൾ നേരത്തെ കണ്ട സൈഡിങ്ങിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ് തോന്നുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ലൈനുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ലൈനുണ്ട്, കണ്ടോ? ഡബിൾ ലൈൻ കൂടിയാണത്. അത് വെസ്റ്റേൺ ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോർ. ആ കാണുന്ന WDFC ആണ്, വെസ്റ്റേൺ ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോറാണ്. നല്ല ഹൈറ്റുള്ള OH കണ്ടില്ലേ? ഇവിടെ ഒരു കണ്ടെയ്നർ ഡിപ്പോ ഉണ്ട്. അപ്പോൾ കണ്ടെയ്നർ ഡിപ്പോ ഉള്ളതുകൊണ്ട് അതുവഴി വന്നായിരിക്കും അതിനത്. അങ്ങനെ പറ. Karjan Junction. ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ലൈൻ പോകുന്നുണ്ട്. എനിക്ക് എങ്ങോട്ടുള്ളതെന്നൊക്കെ ഞാൻ കമൻറ്റിലിടാൻ കേട്ടോ. കമ്മീഷൻ ചെയ്തിട്ടില്ലാന്നൊന്നും ലൈന്, അതിനെ ഫുള്ള് തുരുമ്പിച്ചിടക്കണത്. നമ്മളിപ്പോൾ അധികം താമസിക്കാതെ മുംബൈ ഗാന്ധിനഗർ വന്ദേ ഭാരതിനെ ക്രോസ് ചെയ്യും. വന്ദേ ഭാരതിന് വേണ്ടി പിടിച്ചിരിക്കുന്നതാണ് 30719. ബാൻഡ്ര ഗോരഖ്പൂർ അതിഥ്യോദയ എക്സ്പ്രസ് ആണ്. വന്ദേ ഭാരത് എക്സ്പ്രസ് വരുന്നുണ്ട്. മുംബൈ ഗാന്ധിനഗർ വന്ദേ ഭാരത് എക്സ്പ്രസ്.
ഷാലിമാർ പോർബന്ദർ എക്സ്പ്രസ്. ഷാവറ്റ് ജംഗ്ഷൻ ഇല്ല കേട്ടോ, ജസ്റ്റ് ഷാവറ്റ്. ട്രാക്ക് 12 കളികളിയാണ് അർത്ഥം. നമ്മൾ ഷവാജ് എന്ന് പറഞ്ഞ സ്റ്റേഷൻ വിട്ടപ്പോൾ റൈറ്റ് സൈഡിൽ ഈ മൂന്നാമത്തെ ഒരു ലൈൻ കൂടെ ഉണ്ട്. അവിടെ നിന്ന് വന്ന് ഈ ആടിലോട്ട് കയറി. ഏതാ വണ്ടിയെന്നറിയില്ല. ഭാരൂച്ച് ജംഗ്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഭരൂച്ച് ജംഗ്ഷൻ അടിപൊളി സ്റ്റേഷൻ വരെ ഇരിക്കണ്ട. ഇതൊക്കെ ബോംബെ ബറോഡ ആൻഡ് സെൻട്രൽ ഇന്ത്യ റെയിൽവേ കമ്പനി പണ്ട് നിർമ്മിച്ചതാണ്. പ്രീ ഹിസ്റ്റോറിക് സാധനങ്ങളാണ്. നർമ്മദ നദിക്ക് കുറുകയുടെ പാലം. നല്ലോണം വെള്ളമാണ് കേട്ടോ. നർമ്മദ നദിക്ക് കുറുകെയുള്ള പാലം. അപ്പോൾ നമ്മൾ സൂറത്തിലോട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ലോണം ഹെഡ് ഓഫ് ഷെഡ്യൂളാണ് നമ്മളിപ്പോൾ. അപ്പോൾ നമ്മൾ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യുകയാണ്. ഇത് നമ്മൾ ചിലപ്പോൾ അതിന് മുമ്പ് പിടിച്ചിടാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ തൊട്ട് മുന്നിലായിട്ട് ഗുജറാത്ത് എക്സ്പ്രസ്സോ ഗുജറാത്ത് ക്വീൻ അങ്ങോട്ട് പറഞ്ഞ ട്രെയിൻ പോകുന്നുണ്ട്. അപ്പോൾ അവൻ സൂറത്ത് നിർത്തി വിട്ടിട്ട് വേണമല്ലോ നമ്മളെ കയറ്റാൻ. ഇതൊക്കെ ട്രാക്ക് മെയിൻ്റനൻസ് വരുന്നത് മാനുവൽ മെയിൻ്റനൻസ് ആണ്. മാനുവൽ ബള്ളാസ്റ്റ് സ്ക്രീനിങ് എന്ന് പറയുന്നത്. അത് കൈ കൊണ്ട് അവരത് വലിച്ചെടുത്തിട്ട് ക്ലീൻ ചെയ്ത് വയ്ക്കുന്ന പരിപാടി. ഇതൊക്കെ ചുറ്റും ഇൻഡസ്ട്രീസാണ്. അപ്പോൾ അവിടെ ഈ ലേറ്റാണ് ഗാർമെൻ്റാന്ന് തോന്നുന്നു, ലൂമുകളാന്ന് തോന്നുന്നു. നല്ല സൗണ്ടുണ്ട്. ഞായറാഴ്ച ആണെങ്കിൽ എല്ലാം ഫങ്ഷനിങ് ആട്ടോ. സത്യം പറഞ്ഞാൽ ഈ ഒരു ഇതാണ് ഗുജറാത്തിനൊക്കെ ഇൻഡസ്ട്രിയിൽ ഇത്ര അഡ്വാൻസ്ഡ് ആക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഞായറാഴ്ച അവധിയാണല്ലോ. ഇന്ന് റൈറ്റ്
ലെഫ്റ്റ് സൈഡിലായിട്ട് എങ്ങോട്ടോ പോകുന്ന ട്രാക്ക് വരെ പോകുന്നു. എങ്ങോട്ടാണെന്ന് നമുക്കറിയില്ല. നോക്കിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഒരു ട്രാക്ക് മെയിൻ്റനൻസ് മെഷീനാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് പുത്തൻ സ്ലീപ്പേഴ്സാണ് കേട്ടോ. ഇട്ട് പോയിട്ടേ ഉള്ളൂ കേട്ടോ. അതിലോട്ട് മറ്റേ ഇത് പാൻഡോൾ ഗ്ലിപ്സ് ഫിറ്റ് ചെയ്യുന്നേ ഉള്ളൂ അവർ. എനിക്കൊന്ന് കുറച്ച് നേരമായിട്ട് ഇവിടെ ലൈൻ ബ്ലോക്ക് ആയിരുന്നു തോന്നുന്നു. ലാസ്റ്റ് സൈഡിലോട്ട് മാറ്റി വെച്ചിരിക്കുക. ഇപ്പോൾ തിരിച്ചിടുന്ന കണ്ടോ. ഉത്രാണ്ട് സ്റ്റേഷൻ. അതെ, ഉത്രാണ്ട്. അടുത്ത സ്റ്റേഷൻ സൂറത്താണ്. അവരെ കണ്ട് അവരൊക്കെ ട്രെയിൻ കാണാൻ വന്നിരിക്കുന്നവരെ പോലെ ഒന്നും ട്രെയിൻ കയറാൻ വന്നിരിക്കുന്നവരെ പോലെ ഇല്ല. അവിടെ ഒരു തപ്പി റിവറിനെ ക്രോസ് ചെയ്യും. ഇതൊക്കെ നല്ലോണം വെള്ളമുണ്ട്. താപ്പി നദി കഴിഞ്ഞു. നമ്മളിപ്പോൾ സൂറത്തിലേക്ക് കയറും. ഇതൊക്കെ ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സ് ആട്ടോ. കണ്ടിട്ട് പവർ ലൂമുകളാണെന്ന് തോന്നുന്നു. സൂറത്ത് ഒരു മേജർ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയാണ്. ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഹബ്ബാണ്, അങ്ങനെ വേണം പറയാൻ. നമ്മൾ ഇവിടുന്ന് ബോംബെ സെൻട്രൽ ഡിവിഷനിലേക്ക് കയറി. ഹൗറ അഹമ്മദാബാദ് എക്സ്പ്രസ് എന്നത്. ഹോം സിഗ്നൽ ഡേഞ്ചറാണ്. അപ്പോൾ എനിക്കൊന്ന് മുന്നിലുള്ള വണ്ടി വിട്ടിട്ട് പ്ലാറ്റ്ഫോം 2ലേക്ക് തന്നെ കയറ്റാനുള്ള പരിപാടിയായിരിക്കും. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിലൊരു കോച്ചിങ് ഡിപ്പോ ഉണ്ട്. അതൊന്ന് കാണിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാണ്. പറഞ്ഞ ഒരു കോച്ചിങ് ഡിപ്പോ ഉള്ള ഇതാണ് കോച്ചിങ് ഡിപ്പോ. പൊക്കമുള്ള മതിൽ കെട്ടി അടച്ചു വെച്ചിരിക്കും അവന്മാർ. ഇപ്പുറത്തായിട്ട് കുറേ സ്ഥലപ്പേര് എഴുതിയിട്ടുണ്ട്. സൂറത്ത്, മഹുവ, ഹർദ്വാർ ഇതൊക്കെ ഉണ്ട്. 2-3 ബിറ്റ് ലൈൻ ഉണ്ട്. അപ്പോൾ നമ്മളങ്ങനെ സൂറത്ത് സ്റ്റേഷനിലോട്ട് കയറാൻ പോകണം. ഈ
കാണുന്ന കോച്ച് IOH ഷെഡ്. ഇതാണ് കോച്ച് കെയർ സെൻറ്റർ സൂറത്ത്. നമ്മൾ സൂറത്ത് സ്റ്റേഷനിലോട്ട് കയറുന്നു. ലെഫ്റ്റ് സൈഡിൽ കുറച്ച് ലോക്കോസ് കിടക്കുന്നുണ്ട്. ഇത് വളരെ ബിസിയായിട്ട് എപ്പോഴും തിരക്കുള്ളൊരു സ്റ്റേഷനാണ്. ഇവിടെ തിരക്കൊഴിഞ്ഞ സമയമില്ല ഈ സ്ഥലത്ത്. അവിടെ അജ്നിയുടെ ഒരു G9 വഡോദരയുടെ ഒരു പീസാണ് കിടക്കുന്നത്. 39328. വെൽക്കം ടു സൂറത്ത്. ഇപ്പോൾ സമയം 11:07. നമ്മൾ അത്യാവശ്യം ഹെഡ് ഓഫ് സ്കെഡ്യൂളാണ്. കുറച്ച് നേരം ഇവിടെ നിൽക്കാൻ സാധ്യതയുണ്ട്. ഈ സ്റ്റേഷൻ കാലിയായിട്ട് ഞാൻ കണ്ടിട്ടേ ഇല്ല. ഇന്ന് ആക്ച്വലി തിരക്ക് കുറവാണ്. അപ്പുറത്ത് ഇറങ്ങുന്ന ബാൻഡ്ര സൂറത്ത് ഇൻ്റർസിറ്റിയുടെ റേക്കാണ്. നമ്മൾ ട്രെയിൻ ഒരു പ്രാവശ്യം യാത്ര ചെയ്തിട്ടുണ്ട്. നമ്മൾ ബോറിവലി ടു ബെളിമോറ. ഒരുപാട് മലയാളികളുള്ളൊരു സ്ഥലം കേട്ടോ സൂറത്ത്. നമുക്കൊന്ന് പതുക്കെ ഇറങ്ങാൻ ഒരുപാട് പേര് കയറാനുണ്ട്. ഇതാണ് സൂറത്ത് സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോം നമ്പർ 1. തിരക്കില്ലാണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഈ പ്ലാറ്റ്ഫോമൊക്കെ കാണുന്നത്. 1 ഉം 2 ഒക്കെ. 2 ഒട്ടും തിരക്കില്ല, 1ലും തിരക്കില്ല. ഞാൻ ആദ്യമായിട്ട് ഇത്ര തിരക്കില്ലാണ്ട് സ്റ്റേഷൻ കാണുന്നത്. കാര്യം എപ്പോഴും ഒരുപോലെ ഹെവി ക്രൗഡാണ് പതിവ്. ഞാൻ സൂറത്തിൽ ഒരിക്കൽ തങ്ങിയിട്ടുണ്ട് ഒരു ദിവസം രാത്രിയിൽ. അന്നും ഹെവി ക്രൗഡായിരുന്നു. എടുത്തു. ഇതുവരെ ബാക്കിയൊന്നും കൊടി വീശിയിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ സൂറത്ത് ജംഗ്ഷനിൽ നിന്ന് കൃത്യസമയമായ 11:20 നമ്മൾ പുറപ്പെട്ടു. നമ്മൾ ഏകദേശം 10-12 മിനിറ്റ് ഇവിടെ കടന്നായിരുന്നു. നമ്മുടെ തൊട്ടുപിറകിൽ ഒരു ബോംബെക്കുള്ള ട്രെയിനുണ്ട്. അപ്പോൾ അതിനുള്ള യാത്രക്കാരാണ് ഈ ബാക്കിയുള്ളത്. അത് ഔട്ടറിൽ ഹോമിലൊന്ന് കിടക്കേണ്ട വണ്ടി. നമ്മൾ വിട്ട ഉടനെ അവനെടുത്ത ഉള്ളിലേക്ക് കയറ്റും. എനിക്ക് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ട് അതിനെ 3-ൽ എടുത്തില്ല എന്നല്ല. 3-ൽ എടുത്താൽ കിട്ടാൽ മതിയായിരുന്നു. ഇവിടെ മറ്റേ വലിയ ഇത് വരുന്നുണ്ട്, ഡെക്ക് വരുന്നുണ്ട്. അതിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. ആക്ച്വലി സ്റ്റേഷനിൽ ആ പ്ലാറ്റ്ഫോംസ് കുറേ ദിവസം ക്ലോസ് ആയിരുന്നു ഈ പണിക്ക് വേണ്ടി. പണി കഴിഞ്ഞു. അതിനപ്പുറത്തൊരു വലിയ ബിൽഡിങ്ങും പണിയുന്നുണ്ട്. അത് ഇതിൻ്റെ തന്നെ പാർട്ടാന്ന് തോന്നുന്നു. സ്റ്റേഷൻ തന്നെ പാർട്ടാന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ സൂറത്തിൽ നിന്ന് നമ്മൾ യാത്ര പുറപ്പെട്ടു. സൂറത്ത് ഇനി നമ്മുടെ അടുത്ത സ്റ്റോപ്പ് വസായി റോഡാണ്. വസായി റോഡ് എത്തുന്നതോടുകൂടി നമ്മൾ വെസ്റ്റേൺ റെയിൽവേയിൽ നിന്ന് ഇറങ്ങി സെൻട്രൽ റെയിൽവേയിലേക്ക് വരും. അപ്പോൾ അങ്ങനെ സൂറത്ത് കഴിഞ്ഞു. വലിയ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നതാണ് അല്ലേ? വലിയ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നുണ്ട്. അവിടെയും വർക്ക് നടക്കുന്നുണ്ട്. അത് ചിലപ്പോൾ മറ്റേ ഹൈ സ്പീഡ് റെയിലിന് ആവാൻ സാധ്യതയുണ്ട്. വഡോദര ഷെഡിൻ്റെ ഇത് മിക്കവാറും ബാൻഡ്ര ടെർമിനൽ സൂറത്ത് ഇൻ്റർസിറ്റിയെ കൊണ്ടുവന്നാൽ ഒപ്പമായിരിക്കും. സുവേജ് കനാലാണെന്ന് തോന്നുന്നു. ഇവിടെ പാർക്ക് പോലൊരു സാധനം, ശ്മശാൻ ഭൂമിയാണ്. അതിനകത്തൊക്കെ വെള്ളം കയറി കിടക്കാം. ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു വലിയ കോച്ചിങ് ഡിപ്പോ ആണ്. ഇതാണ് ഉദ്ന കോച്ചിങ് ഡിപ്പോ. നമ്മൾ കഴിഞ്ഞ യാത്രയിൽ നമ്മളൊരു മാംഗ്ലൂർ ഉദ്ന എക്സ്പ്രസ് ഓവർടേക്ക് ചെയ്തായിരുന്നു. ആ ഉദ്നയാണെങ്കിൽ ഉദ്ന. ഏതോ ട്രെയിൻ നമ്മൾ ഓവർടേക്കും കൂടി ചെയ്യുന്നുണ്ട് ഇവിടെ വെച്ച്. ഒരു കോച്ചിൽ പോലും ബോർഡില്ല കേട്ടോ. ദാനാപൂർ ഉദ്ന ജയനഗർ ഒരു മെമുവിനെ ഓവർടേക്ക് ചെയ്യുന്നുണ്ട്. കാലി മെമു ആണ്. അപ്പോൾ അതായത് ഉദ്നയിലത്തെ മേജർ കോച്ചിങ് ഡിപ്പോ. ഈ ലൈന് ഭുസാവലിലോട്ട് പോകുന്നതാണ്. നന്ദൂർബാർ വഴി നേരെ ഭുസാവൽ. നമ്മൾ ഈ ലൈൻ വഴി യാത്ര ചെയ്തിട്ടുണ്ട്. നമ്മളതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് മുമ്പ്. അതിനൊരു ബൈപ്പാസ് ലൈൻ ഉണ്ട്. അല്പം മുന്നിലായിട്ട് കാണാൻ പറ്റും.
സൂറത്ത് എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ വരുന്നത് ഒരു പഴയ പ്ലേഗാണ്, മറ്റേ എലിപ്പനിയുടെ വാർത്ത. ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പുണ്ടായ സംഭവമാണ്. പക്ഷേ സൂറത്ത് അതിൽ നിന്ന് ഒരുപാടൊന്നും മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നില്ല ഇപ്പോഴത്തെ അവസ്ഥ കണ്ടിട്ട്. നല്ലോണം വൃത്തികേടുണ്ട് അവിടെ ഇവിടെയൊക്കെ. അവിടെ കാണുന്ന ലൈനാണ് ഉദ്ന ബൈപ്പാസ് ലൈന്. അതിപ്പോൾ നമ്മുടെ ലൈനിനോട് ഒന്ന് ചേരും. ഇതാണ് ഉദ്ന ബൈപ്പാസ് ലൈൻ. ഉദ്ന സ്റ്റേഷൻ അവോയ്ഡ് ചെയ്ത് നന്ദുർബാർ സൈഡിൽ നിന്ന് വരുന്ന വണ്ടികൾക്ക് ബോംബെയിലോട്ട് കയറാനുള്ള വഴിയാണിത്. മഴ തുടങ്ങി ഫോക്സ്, മഴ തുടങ്ങി. നമ്മളിപ്പോൾ സച്ചിൻ എന്ന് പറഞ്ഞ സ്റ്റേഷനാണ്. ഇവിടെ വെച്ച് ശ്രീ ഗംഗാനഗർ ദാദർ എക്സ്പ്രസ്സിനെ ഓവർടേക്കാണ്. സ്ലോ ആണ് കാര്യം. നമ്മുടെ മുന്നിൽ വേറൊരു ട്രെയിൻ ഉണ്ട്, ഒരു ഗുജറാത്ത് എക്സ്പ്രസ് ഉണ്ട്. അത് അടുത്ത സ്റ്റേഷൻ കിടപ്പുണ്ട്. ഈ സ്റ്റേഷനാണ് സച്ചിൻ. ടെണ്ടുൽക്കറായിട്ട് ബന്ധമൊന്നുമില്ല കേട്ടോ. സ്പെഷ്യൽ ഒന്നല്ല, റെഗുലർ വണ്ടി തന്നെ. 12489 ശ്രീ ഗംഗാനഗർ ദാദർ എക്സ്പ്രസ്. ശ്രീ ഗംഗാനഗർ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഗംഗാനഗറാണ് ഓർമ്മത്. കൊച്ചുവേളി ഗംഗാനഗർ എക്സ്പ്രസ് ആണ് ഓർമ്മത്. ഇത് ഹൈ റേസ് പ്ലാന്റുള്ള ലോക്കോ കേട്ടോ. ഞാൻ നേരത്തെ കാണിച്ച ഹൈറ്റ് കൂടിയ ഇത് കൂടെ ഓടാൻ പറ്റുന്നതാണ്. 3052 വഡോദരയുടെ. ഇത് പൊക്കം കൂടിയ പാൻറ്റ് വഴി ഓടാൻ പറ്റും. ട്രെയിനിനെന്തോ പ്രശ്നമുണ്ട്, ലോക്കോനെന്തോ പ്രശ്നമുണ്ട്. അവരോട് അറ്റൻഡ് ചെയ്യുക. അത് മെയിൻ ലൈൻ കിടക്കുക. നമ്മൾ ലൂപ്പ് ലൈൻ വഴിയാണ് സ്കിപ്പ് ചെയ്തത്. ലൂപ്പ് ലൈൻ വഴിയാണ് ഓവർടേക്ക് ചെയ്തത്. പിന്നെ അടുത്ത സ്റ്റേഷൻ മരോളി എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ വെച്ച് നമ്മൾ ഗുജറാത്ത് എക്സ്പ്രസ്സിനെ മിക്കവാറും ഓവർടേക്ക് ചെയ്യാൻ തോന്നുന്നു. Ratlam Shedder 013324 WDG. ഇവിടെ തറോറ് ട്രാക്ക് റീപ്ലേസ്മെൻറ്റ് അതിൻ്റെ മെഷീൻ വർക്കിംഗ് ആണ്. അതിന് വേണ്ടിയാണ് എക്സ്ട്രാ റെയിൽ ഇട്ടിരിക്കുന്നത്. അത് ബേസിക്കലി പഴയ ട്രാക്കിനെ പറിച്ചെടുത്തിട്ട് പുതിയ ട്രാക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കും. അതാണ് ചെയ്യുന്നത്. ഈ കിടക്കുന്നത് പുതിയ സെഗ്മെൻറ്റ്സ് ആണ്. ഇതിന് മുകളിൽ റെയിൽ ടെമ്പററി ആട്ടോ. ആ റെയിലൊരു മാറ്റും. അത് പഴയ റെയിലായിരിക്കും പലപ്പോഴും. അതൊരു മാറ്റും. അതിപ്പോൾ ഈ സ്ലീപ്പർ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നത്. അത് മാറ്റിയിട്ട് പുതിയ LW ലോങ് വെൽഡ് റെയിൽ ഇടും. ഇവിടെയൊക്കെ പുതിയ ട്രാക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു സെക്ഷൻ ഇൻസ്റ്റാളിങ് നടക്കുന്നുള്ളൂ. വേണ്ട, ഇപ്പോൾ ട്രാക്കില്ല. അപ്പോൾ ഇന്നെന്തായാലും കുറേ നേരത്തെ നമ്മൾ ക്രോസിംഗ് ഒന്നും ഉണ്ടാവില്ല. നമുക്ക് അപ്പോൾ പുതിയ ട്രാക്കിൽ ജസ്റ്റ് വെച്ചിട്ടേ ഉള്ളൂ. പിന്നെ കുറേ നേരത്തേക്ക് അപ്പോൾ നമുക്ക് ക്രോസിംഗ് ഒന്നും ഉണ്ടാവില്ല. പണി നടക്കുന്നേ ഉള്ളൂ. ഇതൊക്കെ വെള്ളം പൊങ്ങിയിട്ടുണ്ട്. തോടാണ് തോന്നുന്നത്. ഇവിടെയൊക്കെ വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ വർക്ക് നടക്കൊണ്ട് അലേർട്ട് ചെയ്യാൻ വേണ്ടി ഇത് വെച്ചിട്ടുണ്ട്, ബാനർ ഫ്ലാഗ് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ കുറുകെ വെക്കുന്നതിനാണ് ബാനർ ഫ്ലാഗ് എന്ന് പറയുന്നത്. ബാനർ ഫ്ലാഗ് വെച്ച് അവർ ഇൻറ്റിമേറ്റ് ചെയ്തിട്ടുണ്ട് ട്രാക്ക് ക്ലോസ്ഡ് ആണോ എന്നുള്ളത്. ഇതാണ് നവ്സാരി സ്റ്റേഷൻ. ഗുജറാത്ത് എക്സ്പ്രസ് ഇവിടുന്ന് വിട്ടുപോയി.
എന്തായാലും ഒരു 12-12:15 വരെ ഇവിടെ നിൽക്കുള്ളൂ. അത് കഴിയുമ്പോൾ ഞാൻ എൻ്റെ സീറ്റിലോട്ട് പോകും. കാര്യം ലഞ്ച് വരുമ്പോഴേക്കും നമ്മൾ ഫസ്റ്റ് എ സിയിലല്ലാത്തതുകൊണ്ട് നമുക്ക് സൂപ്പൊന്നുമില്ല കേട്ടോ. നമുക്ക് നേരെ മെയിൻ കോഴ്സ് വരുള്ളൂ. ഇതിനകത്ത് ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ ശ്രദ്ധിച്ചെങ്കിൽ ഇതിനകത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നത് ഒരു 2 കട്ട്ലറ്റും 2 സ്ലൈസ് ബ്രെഡും ഒരു ചായ, അത്ര ഉണ്ടായിരുന്നുള്ളൂ ബ്രേക്ക്ഫാസ്റ്റിന്. നമ്മുടെ രാജധാനിയിൽ ഒരു കോൺഫ്ലെക്സും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ കട്ട്ലറ്റ് കൂടാതെ സെക്കൻഡ് ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ അതും കിട്ടും, കൊണ്ടു തരും. ഇതിലൊന്നും ഇല്ല കേട്ടോ. ഇതിൽ ആ ഒരു ഫിക്സ്ഡ് ഓപ്ഷൻ മാത്രമേ കൊണ്ടു തരുള്ളൂ. അംബിക ബിലിമോറ സ്റ്റേഷനോട് എത്തുകയാണ്. ബിലിമോറ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. ബിലിമോറയിൽ നിന്ന് വാഗയിലേക്കൊരു നാരോ ഗേജ് റെയിൽവേ ലൈനുണ്ട്. നമ്മൾ ആ നാരോ ഗേജ് റെയിൽവേ ലൈൻ നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് അകത്തോട്ടാണ് അത് പോവുക. അതുവഴി പോകും. കുഞ്ഞ് ട്രാക്ക് കണ്ടാട്ടെ, അതുവഴി പോകുന്നൊരു കുഞ്ഞ് ട്രാക്കാണ്, നാരോ ഗേജ് ലൈനാണ്. നമ്മളത് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ചാനൽ ഒരുപാട് വ്യൂവർഷിപ്പ് കിട്ടാണ്ട് പോയൊരു നാരോ ഗേജ് റൈഡായിരുന്നു അത്. ആ വീഡിയോ ഞാൻ ലിങ്ക് ഇടാൻ കാണുക. ഗുജറാത്ത് എക്സ്പ്രസ് കിടക്കുന്നു. അപ്പം അങ്ങനെ ഫൈനലി അഹമ്മദാബാദ് മുംബൈ സെൻട്രൽ ഗുജറാത്ത് എക്സ്പ്രസ് നമ്മൾ ഇവിടെ വെച്ച് ഓവർടേക്ക് ചെയ്തു. ക്ലാസ് 5 ആണ്, 30158. ഇത് അവിടെ കാണുന്ന നാരോ ഗേജ് ലോക്കോടെ കാണാം. നാരോ ഗേജിൻ്റെ റോളിംഗ് സ്റ്റോക്ക് കാണാം. ഇവിടെയാണ് അതിൻ്റെ ഡിപ്പോ, അവിടെയാണ് മെയിൻ്റനൻസ് നടക്കുന്നത്. അപ്പം പിന്നെ നമ്മൾ കുറേ നേരം ഡോറിൽ നിൽക്കും. നമുക്ക് പതുക്കെ ഉള്ളിൽ പോയിരിക്കാം. വൽസാഡ് സ്റ്റേഷൻ വഴിയുള്ള റൺ ത്രൂ. അതാണ് വൽസാഡ് ഇലക്ട്രിക് ലോക്കോ ഷെഡ്. നല്ല മഴ തുടങ്ങി, നല്ല അടിപൊളി മഴയായി. ഏതാ പുഴയെന്നറിയില്ല, എന്തായാലും നല്ല വെള്ളമുണ്ട്. ഇപ്പോൾ അടുപ്പിച്ച് DFC കൂടെ 2 ട്രെയിൻ പോയി. ഇപ്പോൾ നമ്മളിവിടെ വന്ന് നിന്ന സ്ഥിതിക്ക് ഇനി കുറച്ച് നേരത്തേക്ക് ട്രെയിനൊന്നും പോയില്ല. 2 ട്രെയിനാണ് പോയത് DFC അടുപ്പിച്ച്. ഒരെണ്ണം കിട്ടുമോ നോക്കണമല്ലോ നമുക്കും. പാർ നദിയായിരുന്നു, പാർ. നമ്മൾ അകത്തിരുന്ന സമയത്ത് DFC വഴി ചറവറ ട്രെയിൻ മൂവ്മെൻ്റ് ആയിരുന്നു. ഇപ്പോൾ ഒന്നുമില്ല. കണ്ടാ DFCയിലെ സ്റ്റേഷനാണത്. ഏതാ സ്റ്റേഷൻ നോക്കാം നമുക്ക്. ന്യൂ പാർഡി എന്ന് പറഞ്ഞ സ്റ്റേഷനാണ്. ഉമർഗാം മെമോ ആണ്, ഉമർഗാം മെമോ.
ഉദുവാഡ എന്ന് പറഞ്ഞ സ്റ്റേഷനാണ്. ഉദുവാഡ എന്ന് പറയുന്നത് പാർസികളുടെ ഒരു വളരെ പ്രധാനപ്പെട്ട പിൽഗ്രിമേജ് സ്പോട്ടാണ്. നല്ല ഭീകര മഴയാണ്. ഇതൊക്കെ വെള്ളപ്പൊക്കമാണ് മഴ പെയ്തിട്ട്. വാപ്പി എത്താറായി. വാപ്പി മഴ വീണ്ടും കനത്തു തുടങ്ങി. സ്വരാജ് എക്സ്പ്രസ് ആണ്. സ്വരാജ് എക്സ്പ്രസ് ഇതേതാ വണ്ടി എന്നറിയില്ല കേട്ടോ. ഏതോ സ്പെഷ്യൽ ട്രെയിനാണ് തോന്നുന്നു. ഡഹാനൂർ റോഡ് എത്തുന്നു. ഡഹാനൂർ റോഡ് ഒരു EF12K കിടക്കുന്നുണ്ട് ഇവിടെ. അങ്ങനെ നമ്മൾ മുംബൈയിൽ സബർബൻ സെക്ഷനിലേക്ക് കയറുകയായി. നമ്മുടെ ആദ്യത്തെ ലോക്കൽ ട്രെയിൻ സ്പോട്ടിങ് അവിടെ നിൽപ്പുണ്ട്. വെസ്റ്റേൺ റെയിൽവേയുടെ ലോക്കലാണിത്. ഡഹാനൂർ റോഡിൽ നിന്ന് അവസാനിക്കുന്ന ലോക്കൽ. ഡഹാനൂർ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട് വലിയ സ്റ്റേഷനാണ്. നമ്മൾ കണ്ട സ്റ്റേഷന് ചെറിയ ഭാഗം മാത്രമാണ്. അവിടെ ഒരു യാർഡുണ്ട്. അപ്പുറത്തോട്ട് മാറി ഒരു പവർ പ്ലാന്റും ഉണ്ട്. ഇതാ കാണുന്നത്. ഒരു ലോക്കൽ അങ്ങോട്ട് പോയോളൂ. ഇതേപ്പോൾ അടുത്ത ലോക്കൽ വരുന്നു. ഇതിൻ്റെ സ്പീഡ് റെസ്ട്രിക്ഷൻ ഉണ്ടോ? വണ്ടി പതുക്കെ ഉരുളാണ്. ട്രെയിനൊന്നും ആരുമില്ല. ഡെസ്റ്റിനേഷൻ എത്താനായതുകൊണ്ടായിരിക്കും. പിന്നെ ഉച്ചയായതുകൊണ്ടായിരിക്കും. അല്ലെങ്കിൽ മുംബൈ ഇങ്ങനെ കാലി ലോക്കൽ കാണില്ല.
പശ്ചിമ എക്സ്പ്രസ് ആയിരുന്നു. വെള്ളം കൊണ്ട് കൈ വേദനിക്കുക. ഒന്നും സെർവ് ചെയ്ത് തുടങ്ങി. അപ്പോൾ നമുക്ക് ഫുഡ് കഴിച്ചിട്ടാവാം ബാക്കി കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇവിടെ ലഞ്ച് വന്നിട്ടുണ്ട്. ലഞ്ച് എന്താ നോക്കിയാലോ? അപ്പോൾ ഇതാണ് ലഞ്ചിനുള്ളത്. എന്തോരോ റൈസ്, അതേപോലെ ഒരു പനീർ കറി, ദാള്, മിക്സ്ഡ് ദാള്, ഉരുളക്കിഴങ്ങ് മട്ടറും 2 റൊട്ടി. ഭയങ്കര എരിവ് പനീർ കറിക്ക്. കുഴപ്പമില്ല, കൊള്ളാം. അങ്ങനെ നമ്മൾ ഇന്നത്തെ ലഞ്ച് കഴിഞ്ഞു. ലഞ്ച് കൊള്ളായിരുന്നു. സംഭവം മൊത്തത്തിൽ കൊള്ളായിരുന്നു. പനീർ കറി കുറച്ച് എരിവ് കൂടുതലാണ്. കൊള്ളായിരുന്നു. എന്നാലും ചപ്പാത്തിയോടെ കഴിക്കുമ്പോൾ മാനേജബിളായിരുന്നു. നമ്മളിപ്പോൾ കേളവേ റോഡ് കഴിഞ്ഞു. സഫാള എടുത്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ കഴിക്കാൻ പോയ സമയത്ത് ഇവൻ നമ്മുടെ ഗരീബ് രഥ് എക്സ്പ്രസ് പോയി. അത് മിസ്സായി. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ക്യാപ്ചർ ചെയ്യാനുള്ളത് നമ്മുടെ സമ്പർക്ക ക്രാന്തിയാണ്. കേരള സമ്പർക്ക ക്രാന്തി. അതെന്തായാലും പിടിക്കണം. സവാള നമ്മൾ ആക്ച്വലി ബോംബെയിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. കോസ്റ്റൽ ഏരിയ ആണല്ലോ. അടുത്തന്നെ പണിയാണ്. ഇവിടെയൊക്കെ സബർബൻ കോറിഡോർ എക്സ്പാൻഷൻ്റെ വർക്ക് വളരെ ഏർലി സ്റ്റേജിലാണ്. ഒന്നും ആയിട്ടില്ല. വെള്ളത്തിൻ്റെ ലെവലുണ്ടോ? നോർത്ത് വൈറ്ററിനായിരുന്നു. വരുന്ന സൗത്ത് വൈത്തർണ. വൈത്തരണ സ്റ്റേഷൻ. ചായ എടുക്കുന്നു. കാഴ്ചയൊക്കെ കണ്ടുകൊണ്ട് ഒരു ഐസ്ക്രീം കഴിച്ചേക്കാം അല്ലേ? അമൂലിന് ഐസ്ക്രീം വേണം. അപ്പോൾ നമ്മൾ ജസ്റ്റ് വസൈ റോഡിലേക്ക് അടുക്കായി. ഏതോ ഒരു വാഗൺ ആൻഡ് ഹോളിൽ IC ഫ്രേക്ക് ട്രെയിനായിരുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് വസൈ റോഡ് സ്റ്റേഷനിലോട്ട് പ്രവേശിക്കുന്നു. വസൈയിൽ ഒരുപാട് മലയാളികളുണ്ട്. വസൈ പ്രദേശത്ത് വസൈ ഒരു മിനി കേരളം പോലെ തന്നെയാണ്. മലയാളികളും അതുപോലെ
മാംഗ്ലൂർ സൈഡിൽ നിന്നുള്ള ആൾക്കാർ. വസൈ ഒരു മേജർ ക്രൂ ചേഞ്ച് പോയിൻ്റാണ് ട്രെയിനുകൾക്ക്. അതായത് ഈ CR സൈഡിൽ നിന്ന് വരുന്ന ട്രെയിനുകൾക്ക് ഇവിടുത്തെ ക്രൂ ചേഞ്ച് ഉണ്ട്. ഫ്രൈറ്റ് ആയാലും മെയിൽ എക്സ്പ്രസ് ആയാലും ഇവിടെ ക്രൂ ചേഞ്ച് ഉണ്ട്. അപ്പം നമുക്കിവിടെ ക്രൂ ചേഞ്ച് ഉണ്ടാവും. നമുക്കിവിടുന്ന് സെൻട്രൽ റെയിൽവേയുടെ ക്രൂ ടേക്ക് ഓവർ ചെയ്യും. അവർ പിന്നെ ഇന്ന് രാത്രി രത്നഗിരിയിൽ എത്തിക്കുന്നവരെ പിന്നെ അവർ തന്നെ ഡ്യൂട്ടി. ഏകദേശം 2 മണിക്ക് അവർ ചാർജ് എടുത്തു കഴിഞ്ഞാൽ രാത്രി 8:30-9 മണിയാവും ഒരു രത്നഗിരി എത്താൻ. 7 മണിക്കൂറിനെടുത്തിട്ട് ട്രെയിൻ കിട്ടും. ആ കാണുന്നത് ഒരു ടിപ്പിക്കൽ മുംബൈ വെസ്റ്റേൺ റെയിൽവേ ലോക്കലാണ്. ഇതാണ് ശരിക്കുള്ള തിരക്ക്. ഇത് ഞായറാഴ്ചയാണെന്ന് ഓർക്കണേ. ഇതാണ് വസൈ റോഡ് സ്റ്റേഷൻ. വസൈ എന്ന് പറയുന്ന സ്ഥലം, അതെ വസൈ എന്ന് പറയുന്ന ഗ്രാമം ഇവിടുന്ന് കുറച്ച് മാറിയാണ്. അപ്പോൾ വസൈ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങി അതിൻ്റെ താമസിച്ചാൽ നമ്മൾ സെൻട്രൽ റെയിൽവേയിൽ കയറും. അഞ്ജലി ഷെഡിൻ്റെ 3354 വളരെ കളർഫുൾ ആയിട്ടുള്ള കണ്ടെയ്നർ റേറ്റാണ്. ഇവിടുത്തെ പ്ലാറ്റ്ഫോം ലൈനിൽ ഏതോ ട്രെയിൻ കിടക്കുന്നുണ്ട്, G9. അതേതാണോ? വിലയ് ഷെഡിന് 31419 ആണ് ലോക്കോ. അത് അതിൻ്റെ ട്രെയിൻ അറിയില്ല കേട്ടോ. ബോർഡൊന്നുമില്ല വണ്ടിയിൽ. ജനറേറ്ററാണ്, അതിനായിരിക്കുമല്ലോ. G9 അല്ല. മൈസൂർ അജ്മേർ അപ്പോൾ സ്പെഷ്യൽ ട്രെയിനാണ്. അപ്പോൾ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, നമ്മുടെ വീഡിയോന് ഒരുപാട് ലെങ്ത് ആവുകയായതുകൊണ്ട് നമ്മളിത് ഇവിടെ വസൈ റോഡിലോട്ട് എൻട്രി ചെയ്യുന്നതോടുകൂടി നമ്മുടെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഈ പാട്ട് മുഴുവൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോയെന്ന് വിചാരിക്കുന്നു. നമുക്കെന്നാൽ തന്നെ അടുത്ത പാർട്ട്, ഈ വീഡിയോയുടെ നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് വീണ്ടും കാണാം. ഈ വസൈ റോഡ് മുതൽ അങ്ങോട്ടുള്ള ഇന്ന് രാത്രി വരെയുള്ള യാത്രയായിരിക്കും ഞാൻ അടുത്ത പാർട്ടായിട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോയെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസൊക്കെ രേഖപ്പെടുത്തണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തതിന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാനുള്ള മെത്തേഡ്സ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് നോക്കി നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കെന്നാൽ പിന്നെ ഇതിൻ്റെ അടുത്ത പാർട്ടിൽ വീണ്ടും കാണാം. അതുവരെയും ദിസ് ഇസ് വിനയ് ശങ്കർ സൈനിങ് ഓഫ് ഫ്രം പ്ലാറ്റ്ഫോം 7. See you again in the next part of this video. Until then, bye bye.